വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. വെബ് ടെക്നോളജിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഈ PHP എന്ന് പറയുന്നത് എന്താണ്? ഒരു സർവർ സ്ക്രിപ്റ്റിംഗ് ആണ്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു PHP റൺ ചെയ്യണമെങ്കിൽ, PHPയുടെ കോഡ് റൺ ചെയ്യണമെങ്കിൽ ഒരു സർവർ വേണം. അപ്പൊ വിൻഡോസിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഒരു സർവർ മേക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സാം എന്ന് പറയുന്ന ഒരു വെബ് സർവർ യൂസ് ചെയ്തിട്ടാണ്. എക്സാം എന്ന് പറയുന്ന വെബ് സർവർ. നമ്മളിപ്പോ ലിനക്സിലാണെങ്കിൽ നമ്മൾ ലാംബ് എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ലാംബ്, അതിനകത്ത് അപ്പാച്ചി എന്ന് പറയുന്ന വെബ് സർവർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വിൻഡോസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? എക്സാംബ് യൂസ് ചെയ്യാം. അതല്ല, നിങ്ങൾ ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലാംബ് എന്ന് പറയുന്ന ഒരു കാര്യം യൂസ് ചെയ്യാം. അതെന്ന് പറയുന്നത് ലിനക്സ്, അപ്പാച്ചി, MySQL, PHP എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാംബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ് സർവർ എന്ന് പറയുന്നത് അപ്പാച്ചി സർവർ ആയിരിക്കും. നമുക്ക് ഇത് ജസ്റ്റ് ഒരു വെബ് സർവറിന് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതേ ഉള്ളൂ. എക്സാം എന്ന് പറയുന്ന ഒരു വെബ് സർവർ ആണ്. അതെന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് ആണ്. നമുക്ക് ക്രോസ് പ്ലാറ്റ്ഫോം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് യൂസ് ചെയ്യാം? ലിനക്സിനകത്ത് വേണമെങ്കിൽ എക്സാം യൂസ് ചെയ്യാം. പക്ഷെ നോർമലി നമ്മൾ എന്താണ്, ലിനക്സ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പാച്ചി ഒക്കെ ആയിരിക്കും നമ്മൾ നോർമലി യൂസ് ചെയ്യാറ്. ഓക്കെ, എക്സാമും യൂസ് ചെയ്യാം. എക്സാം യൂസ് ചെയ്തുകൂടാന്നല്ല, അവിടെ എക്സാം യൂസ് ചെയ്യാം. എക്സാമിന് ഫെമിലർ ആയിട്ടുള്ളവര് എക്സാം തന്നെയായിരിക്കും ലിനക്സിനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ എക്സാം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, ഒരു വെബ് സർവർ ആണ്. അതിന്റെ അകത്ത് വെബ് സർവർ ഉണ്ട്, അതേപോലെ MySQL ഡേറ്റാബേസ് എഞ്ചിൻ ഉണ്ട്, PHP ആൻഡ് Perl പ്രോഗ്രാം ഉണ്ട്. ഇത്രയും പാക്കേജസ് അതിനകത്ത് എന്താണ് ഇൻബിൽഡ് ആയിട്ട് കാണും. ഏതൊക്കെ പാക്കേജസ് ഉണ്ട്? വെബ് സർവർ ഉണ്ടാവും, ഒരു MySQL ഉണ്ടാവും, MySQL ഡേറ്റാബേസ് എഞ്ചിൻ ഉണ്ടാവും, PHP ആൻഡ് Perl പ്രോഗ്രാമിംഗ് ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഈ എക്സാമ്പിന്റെ അകത്തും നമുക്ക് എന്താണ് യൂസ് ചെയ്യുന്നത്? അപ്പാച്ചിയാണ് നമ്മൾ വെബ് സർവർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് ആൻഡ് കമ്പൈൽഡ് ബൈ അപ്പാച്ചി. അപ്പാച്ചി എന്ന് പറയുന്ന വെബ് സർവർ ഉണ്ടാക്കുന്ന കമ്പനി തന്നെയാണ് ഈ എക്സാം എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എക്സാം പ്രൊവൈഡ് an easy to use control panel to manage Apache, MySQL and other without using any command line. അതായത് നമുക്കിപ്പോൾ ഒരു എക്സാം യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നമുക്കൊരു പാനൽ ഉണ്ട്. നമുക്ക് ഇതേപോലെ ഒരു MySQL പാനൽ കാണും. ഓക്കെ, അല്ലെങ്കിൽ എക്സാം പാനൽ കാണും. അതിന്റെ അകത്ത് MySQL എന്ന് പറയുന്ന ഒരു കാര്യം കാണും, അപ്പാച്ചി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഇതിന്റെ അകത്ത് എനിക്ക് MySQL സർവർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? സർവർ ഓൺ ആവും, അല്ലെങ്കിൽ MySQL ഡേറ്റാബേസ് എഞ്ചിൻ ഓൺ ആവും. അതേപോലെ അപ്പാച്ചി സർവർ എനിക്ക് ഓൺ ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കമാൻഡ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ആ UI ഉപയോഗിച്ച്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്ന ഒരു പോർട്ട് നമ്പർ കാണും, അതായത് MySQL അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു പോർട്ട് നമ്പർ കാണും. ആ പോർട്ട് നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതിനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺഫിഗറേഷൻ ഫയൽസും എല്ലാം നമുക്ക് എന്ത് ചെയ്യും? ശരിയാവും, അല്ലെങ്കിൽ അപ്ഡേറ്റ് ആവും. നമ്മളിവിടെ UI എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ടോ ആ UI ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കോൺഫിഗറേഷൻ ഫയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിമിലർലി നമുക്ക് MySQLന് വേണ്ടിയിട്ട് MySQLന്റെ ഒരു UI ഉണ്ടാവും, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും, അതേപോലെ ടേബിളിനകത്തുള്ള വാല്യൂസ് എൻ്റർ ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു UI ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതെല്ലാം തരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എക്സാം എന്ന് പറയുന്നത്. ഇനി ഈ എക്സാമിന്റെ അകത്ത് നമുക്ക് PHP, ഞാൻ നേരത്തെ പറഞ്ഞു, PHP എന്ന് പറയുന്നത് എന്താണ്? ഒരു സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആയത് കാരണം അതിൽ സർവർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ കോഡ് വർക്ക് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു PHP ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു വെബ് സർവർ അപ്പാച്ചി തന്നെ വേണമെന്നില്ല, ഏതായിരുന്നാലും മതി. അപ്പൊ ഇത് എക്സാം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പാച്ചി സർവറും SQL നമ്മൾ എടുക്കണം. കാരണം PHP വഴി നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒരു ഡേറ്റ, വെബ്സൈറ്റിലുള്ള ഒരു ഡേറ്റ നമുക്ക് ഡേറ്റാബേസിനകത്ത് സേവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഡേറ്റാബേസ് വേണം. ആ ഡേറ്റാബേസിനെയാണ് നമ്മൾ MySQL എന്ന് വിളിക്കുന്നത്. ഇനി
അടുത്തതെന്ന് പറയുന്നത് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആയതുകൊണ്ട് നമുക്കൊരു സർവർ വേണം. ആ സർവറിന്റെ പേരാണ് അപ്പാച്ചി. അപ്പൊ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എന്ത് പറയാം, ഒരു IDE എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് വിളിക്കുന്നത് ഈ എക്സാം എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഈ എക്സാമിന്റെ അകത്ത് നമുക്ക് 2-3 ഫോൾഡേഴ്സ്, മെയിൻലി ഡയറക്ടറീസ് ആണ്. ഈ ഡയറക്ടറീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്കിപ്പോ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ചെയ്യുന്നു, ആ വെബ്സൈറ്റിന്റെ ഫയൽസ് എല്ലാം കിടക്കേണ്ടത്, അല്ലെങ്കിൽ വെബ് ഫയൽസ് എല്ലാം കിടക്കേണ്ടത് htdocs എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്തായിരിക്കണം നമ്മൾ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പൊ C ഡ്രൈവിനകത്താണ് നമ്മൾ എക്സാം ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ C ഡ്രൈവിനകത്ത് നമുക്ക് എന്ത് കാണും, എക്സാം എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണും. അതിന്റെ അകത്ത് htdocs എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണും. ഈ ഫോൾഡറിന്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്രോജക്റ്റ് സേവ് ചെയ്യേണ്ടത്. വെബ് പ്രോജക്റ്റ് വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ആണ് htdocs എന്ന് പറയുന്ന ഒരു കാര്യം. ദെൻ MySQL എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ഇതേപോലെ എക്സാമിന്റെ അകത്ത് MySQL എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഡേറ്റാബേസ് എഞ്ചിൻ ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോൾഡർ ആണ്. ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കറിയാം ഡേറ്റാബേസ് മാനേജ്മെന്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു പോർട്ട് നമ്പർ വേണം. അപ്പൊ ആ പോർട്ട് നമ്പർ ഡിഫോൾട്ട് ആയിട്ട് 3306 ആയിരിക്കും. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. 3306 ആയിരിക്കും. ദെൻ ഇതേപോലെ PHP എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും. ഈ PHP ഫോൾഡറിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ PHP ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്യേണ്ടത്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ PHP എന്ന് പറയുന്ന ഒരു ഫോൾഡറിന്റെ അകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫയൽ ഉണ്ട്, php.ini എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ഫയൽ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ഒരു ഫയലാണ്. നമുക്ക് പലപ്പോഴും, അതായത് നമുക്ക് എന്താണ്, ഒരു ഡേറ്റാബേസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡേറ്റാബേസിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെറ്റ് ചെയ്താൽ മാത്രമേ ഫയൽ ഡൗൺലോഡ് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ കോൺഫിഗറേഷൻസ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി PHP ഉപയോഗിച്ചിട്ടുള്ള വെബ്സൈറ്റ് കോൺഫിഗറേഷൻ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫയലിനെ php.ini എന്നാണ് വിളിക്കുന്നത്. അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഡേറ്റാബേസ് കണക്ടിവിറ്റി പഠിക്കുമ്പോഴും, അതേപോലെ ഇമേജ് അല്ലെങ്കിൽ ഫയൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അല്ലെങ്കിൽ ഫയൽ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ php.ini പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. php.ini is a default configuration file for running application that requires PHP. അതായത് PHP ഉപയോഗിച്ചിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫയലാണ് php.ini എന്ന് പറയുന്നത്, which is a configuration file that controls all the ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാം, PHP എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിന് ഏതൊക്കെ ഫങ്ഷണാലിറ്റീസ് ഉണ്ട്, ആ ഫങ്ഷണാലിറ്റീസിലൊക്കെ പെർമിഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത് ഈ ഒരു ഫയലിനകത്താണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ വേരിയബിൾസ് സച്ച് ആസ് അപ്ലോഡ് സൈസ്, ഫയൽ ടൈം ഔട്ട് ആൻഡ് റിസോഴ്സ് ലിമിറ്റഡ്. ഇതൊക്കെയാണ് നമ്മൾ നോർമലി ഏതിനകത്ത് പറയുന്നത്, ഈ php.ini എന്ന് പറയുന്ന ഫയലിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സാം എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി നമ്മൾ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് PHPയുടെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്, നമുക്ക് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു PHP ഫയൽ ഉണ്ട്. ആ PHP ഫയൽ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് C ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, #include എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ജാവ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു ഫയല് നമ്മുടെ കറണ്ട് പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. If a PHP script is stored in different file, it can be brought into document with include construct. Include എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇൻക്ലൂഡ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മളൊരു ഫയലിനെ വേറൊരു ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, this construct throws contents of the file table to inc to be copied into the document in which include appears. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമാൻഡ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ടേബിൾ ടു inc എന്ന് പറയുന്ന അതിന്റെ അകത്തൊരു ഫയൽ, ആ ഫയലിനകത്ത് കുറെ കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു,
നമ്മുടെ ഇപ്പോ ഉള്ള പേജിന്റെ അകത്ത് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ് അകത്ത് കൊണ്ടുവരുന്നു. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഈ കമാൻഡ് ആണ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന കമാൻഡ്. അപ്പോൾ സിമിലർ ടു CPP ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, PHP ചെയ്യുന്നത്. സോ അതിനുവേണ്ടി, അതായത് ഒരു ഫയൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് PHPയിലെ കമന്റ്സ് എങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, നമുക്ക് 3 രീതിയിൽ കമന്റ്സ് എഴുതാൻ പറ്റും. ഓക്കെ, സിംഗിൾ ലൈൻ കമാൻഡ്സ് ഉണ്ട്. സിംഗിൾ ലൈൻ കമാൻഡ് തന്നെ നമുക്ക് ഹാഷ് എന്ന് പറയുന്നത്, അതായത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ നോർമലി ഹാഷ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കമന്റ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പൈത്തണിലൊക്കെ നമ്മൾ എന്താണ്, ഹാഷ് ആണ് കമന്റ് ലൈൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സിമിലർലി നമുക്ക് സിക്കകത്തുള്ള പോലെ ഡബിൾ ഹാഷ്, അല്ലെങ്കിൽ CPP-ക്കകത്തുള്ള പോലെ ഡബിൾ ഹാഷ് എന്ന് പറയുന്നത്, ഫോർവേഡ് സ്ലാഷ് എന്ന് പറയുന്നത്, ഡബിൾ ഫോർവേഡ് സ്ലാഷ് എന്ന് പറയുന്നത് എന്താണ്, കമന്റ് ലൈനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മൾട്ടി ലൈൻ കമന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ CPP-യിൽ ചെയ്യുന്ന പോലെ ഫോർവേഡ് സ്ലാഷ് സ്റ്റാർ ഫോർവേഡ് സ്ലാഷ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് കമന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, PHP-ക്കകത്തുള്ളത്. ഏതൊക്കെയാണ്? ഹാഷ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഫോർവേഡ് സ്ലാഷ് 2 എണ്ണം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ദെൻ മൾട്ടി ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫോർവേഡ് സ്ലാഷ് സ്റ്റാർ ഫോർവേഡ് സ്ലാഷ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമന്റ്സ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ കമന്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ് കമന്റ്സ് യൂസ് ചെയ്യുന്നത്. നൗ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും PHP-യിലെ CPP-യുടെ സിന്റാക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെമികോളൻ. അപ്പൊ PHP സ്റ്റേറ്റ്മെന്റ്സ് ആർ ടെർമിനേറ്റഡ് വിത്ത് എ സെമികോളൻ. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണോ, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് എനിക്കുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ഒരു ബ്രേസിനകത്ത് ഇടുക. ഓക്കെ, നമ്മളിപ്പോ ഒരു ഫോർ ലൂപ്പിന്റെ അകത്തുള്ള കമ്പൈൻഡ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അതിനകത്തൊരു കേളി ബ്രേസസിനകത്ത് ഇടുക. നമുക്ക് പൈത്തൺ ആയിരുന്നെങ്കിൽ നമ്മൾ ഇൻഡന്റേഷൻ വെച്ചാണ് നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിൽ വിച്ച് ഈസ് സിമിലർ ടു CPP ആണ്. CPP ആയത് കാരണം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ബ്രേസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ ഡേറ്റ ടൈപ്സ് ഉണ്ട്, നമുക്ക് 4 സ്കെയിലാർ ഡേറ്റ ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ബൂളിയൻ, ഇന്റിജർ, ഡബിൾ ആൻഡ് സ്ട്രിംഗ് എന്ന് പറയുന്ന സ്കെയിലാർ ടൈപ്പ് ഉണ്ട്. ദെൻ 2 കോമ്പൗണ്ട് ടൈപ്പ് ഉണ്ട്. അറേയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ടൈപ്പ് ആണ്. ഇത് കൂടാതെ 2 സ്പെഷ്യൽ ടൈപ്സ് ഉണ്ട്. ഒന്ന് റിസോഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് നൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കും. ജസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് പേര് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഏതാണ് സ്പെഷ്യൽ ടൈപ്പ്, ഏതൊക്കെയാണ് PHP-യിലുള്ള ഡേറ്റ ടൈപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ റിസോഴ്സസ് ഉണ്ട്. റിസോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാം. ഇതല്ലാതെ നമുക്ക് സ്കെയിലർ 4 എണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് ബൂളിയൻ, ഇന്റിജർ, ഡബിൾ, സ്ട്രിംഗ്. ദെൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അറേ ആൻഡ് ഒബ്ജക്റ്റ് ഉണ്ട്. ദെൻ സ്പെഷ്യൽ കേസസ് ആയിട്ട്, സ്പെഷ്യൽ ടൈപ്സ് ആയിട്ട് റിസോഴ്സ് എന്ന് പറയുന്നത് നൾ എന്ന് പറയുന്ന കാര്യമുണ്ട്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. വരുന്ന ടോപ്പിക്കിൽ നമ്മൾ അത് നോക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഒരു PHP-യുടെ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നോക്കാം. അപ്പൊ PHP-യുടെ വേരിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ഡോളർ സൈൻ. ഡോളർ എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഷെൽ സ്ക്രിപ്റ്റിംഗിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഡോളർ എന്ന് പറയുന്നത് കൊണ്ടാണ് ഒരു വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. Then it followed by a name of the variable. Name of the variable എന്ന് പറയുന്നത് CPP-യുടെ അതേ റൂൾസ് ഒക്കെയാണ് വരുന്നത്. ആദ്യം സ്റ്റാർട്ട് വിത്ത് എ ഡോളർ സൈൻ ആയിരിക്കണം, ഫോളോഡ് ബൈ നെയിം ഓഫ് ദി വേരിയബിൾ. അത് തന്നെയാണ് ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ എന്താണ് അടുത്തതെന്ന് പറയുന്നത്, ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഒന്നുകിൽ അണ്ടർസ്കോർ കൊണ്ട് തുടങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെറ്റർ കൊണ്ട് തുടങ്ങുക. ലെറ്റർ എന്ന് പറയുന്ന കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. എ വേരിയബിൾ നെയിം കനോട്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ. ഒരു നമ്പർ കൊണ്ട് വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി വേരിയബിൾ നെയിം ക്യാൻ കണ്ടെയ്ൻ, അതായത് സ്റ്റാർട്ട് കഴിഞ്ഞു. സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ അണ്ടർസ്കോർ അല്ലെങ്കിൽ ലെറ്റർ മാത്രമേ പറ്റത്തുള്ളൂ. അത് നമുക്ക് നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനും പറ്റത്തില്ല. ഇനി ബാക്കിയുള്ള ക്യാരക്ടർ, ഫസ്റ്റ് ക്യാരക്ടർ അല്ലാതെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എന്തൊക്കെയാണ്? എ വേരിയബിൾ നെയിം ക്യാൻ only contain ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആൻഡ് അണ്ടർസ്കോർ. ആൽഫ ന്യൂമറിക്, അതായത് നമുക്ക് ആൽഫബറ്റ്സ് ഉപയോഗിക്കാം, ന്യൂമറിക് വാല്യൂ ദാറ്റ് ഈസ് 0 to 9 ഉപയോഗിക്കാം. ഇത് കൂടാതെ നമുക്ക് അണ്ടർസ്കോർ ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്തിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ, വേരിയബിൾ നെയിമിനകത്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഓൾറെഡി
നമ്മൾ CPP-ക്കകത്തൊക്കെ പഠിക്കുന്നത് തന്നെയാണ്. അതേ പോയിന്റ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇനി വേരിയബിൾ നെയിം എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആണ്. ഓക്കെ, HTML എന്ന് പറയുന്നത് എന്താണ്, കേസ് ഇൻസെൻസിറ്റീവ് ആണ്. പക്ഷെ PHPയും അതേപോലെ ജാവാസ്ക്രിപ്റ്റും എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് ഏജ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ AGE ക്യാപിറ്റൽ ലെറ്റർ AGE രണ്ട് വേരിയബിൾ ആണ്. ഓക്കെ, രണ്ട് വേരിയബിൾ ആണ്. ഓക്കെ, സോ വേരിയബിൾ നെയിംസ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. നെക്സ്റ്റ് വൺ നൾ ടൈപ്പ്, അതായത് സ്പെഷ്യൽ ടൈപ്പ് എന്ന് പറഞ്ഞില്ലേ, ആ സ്പെഷ്യൽ ടൈപ്പിനകത്ത് നൾ ടൈപ്പിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവാം. ഇപ്പൊ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു, പക്ഷെ അതിനൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ആ വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു നൾ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ അതിനൊരു നൾ വാല്യൂ ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. ഇനിഷ്യലി നമ്മളിപ്പോ ഒരു എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു, അതിനെ ഞാൻ ഇനിഷ്യലൈസ് ചെയ്തില്ല, A=10 എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിനൊരു നൾ വാല്യൂ ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ വേരിയബിൾസിനെ നമ്മൾ അൺബൗണ്ട് വേരിയബിൾ എന്നാണ് വിളിക്കുന്നത്. അൺബൗണ്ട് വേരിയബിൾ, അതിനെ ഒരു വാല്യൂ ബൗണ്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം, അൺബൗണ്ട് വേരിയബിൾ എന്ന് വിളിക്കാം. An unbound variable sometimes called unsigned variable sometimes called an unbound variable has value null which is only value of the null type. അതായത് null ടൈപ്പിനകത്ത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു ടൈപ്പേ ഉള്ളൂ, null. നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബൂലിയനകത്ത് നമുക്ക് എന്തൊക്കെയാ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഉണ്ട്, ട്രൂ ഉണ്ട്, ഫോൾസും ഉണ്ട്. പക്ഷെ null ടൈപ്പിനകത്ത് നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, നമുക്ക് നൾ എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. ഓക്കെ, നൾ എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. ഇഫ് നമുക്കിപ്പോ ഒരു വേരിയബിൾ ഉണ്ട്, ആ വേരിയബിളിന് നമ്മൾ ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ആ വാല്യൂവിനെ നമ്മൾ ഏതെങ്കിലും ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു കോൺകാറ്റിനേഷനിലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക എന്നുള്ള കാര്യമാണ് അടുത്തത് പറയുന്നത്. ഇഫ് ആൻ അൺബൗണ്ട് വേരിയബിൾ ഈസ് യൂസ്ഡ് ഇൻ ആൻ എക്സ്പ്രഷൻ, അതായത് ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ്റെ അകത്ത് അൺബൗണ്ട് വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നൾ വാല്യൂ ഉള്ള വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നൾ ഈസ് coerced to a value that is dictated by the context of the use. അതായത് നമുക്ക് അത് കോണ്ടെക്സ്റ്റ്, അതായത് ഞാൻ ഒരു ഇന്റീജർ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഇനിഷ്യലൈസ്ഡ്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതല്ല ഞാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷന്റെ അകത്ത് ഒരു സ്ട്രിംഗ് വാല്യൂ ആണ് ഉള്ളതെങ്കിൽ അതെന്ന് പറയുന്നത് എംപ്റ്റി സ്ട്രിംഗ് അല്ലെങ്കിൽ നൾ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം അതാണ് അവിടെ പറയുന്നത്. ഇഫ് എ അൺബൗണ്ട് വേരിയബിൾ ഈസ് യൂസ്ഡ് ഇൻ ആൻ എക്സ്പ്രഷൻ, null is coerced to a value that is dictated by the context of the use. ഇപ്പോ നമുക്ക് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു നമ്പർ ആണെങ്കിൽ null is coerced to 0 എന്നായിരിക്കും നമ്മൾ വരുന്നത്. അപ്പൊ 10 പ്ലസ് null വാല്യൂ എന്ന് പറയുന്നെങ്കിൽ 10 plus 0 is equal to 10 എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ദ കോണ്ടെക്സ്റ്റ് സ്പെസിഫൈസ് എ സ്ട്രിംഗ് ആണെന്നുണ്ടെങ്കിൽ null is coerced to empty string ആയിട്ടായിരിക്കും വരുന്നത്. null വാല്യൂ എന്നായിരിക്കും അതിനകത്ത് വരുന്നത്.